ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യവും നാമത്തിൽ എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായി സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ തുടർമാനമായ വെളിപ്പാട് പുസ്തക ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. It's my great pleasure and privilege to welcome all of you to our continuous study of the book of Revelation. May the great and wonderful name of the Lord God be glorified here and there and everywhere. Now, we are going through some of the most difficult areas in the book of Revelation. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വെളിപ്പെടാത്ത ചില ഏരിയയിൽ കൂടെ നമ്മൾ പോവുകയാണ്. So it must be a contradictory to the title Revelation. The book is titled Revelation. പുസ്തകത്തിൻ്റെ പേര് വെളിപ്പാടെന്നാണ്. But certain areas remain unrevealed. ചില areas unrevealedമാണ്. Now you must be asking me, is it a contradiction? അതൊരു പരസ്പര വിരുദ്ധമായ കാര്യമല്ലേ ഈ പറയുന്നത്? പുസ്തകത്തിൻ്റെ പേര് വെളിപ്പാട് പുസ്തകവും ചില കാര്യങ്ങൾ വെളിപ്പെടുന്നില്ല. So why is it like that? അതെന്താ അങ്ങനെ? The reason is this. It is God who personally authored the book of Revelation. Means Jesus is himself. That means it's a revelation of Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന്. That means two things, isn't it? Number one, the revelation that Jesus gives. യേശു ക്രിസ്തു തരുന്ന വെളിപ്പാട്. And the second meaning of it is the revelation about Jesus Christ. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട്. And here there is a point that we must understand. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. God has the sovereignty or absolute decision-making power to decide to what extent he should reveal things and to what extent he doesn't have to reveal things. ഇവിടെ ദൈവത്തിൻ്റെ മാത്രം പരമാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ പരമാധികാരത്തിൽപ്പെട്ട കാര്യം? ഏത് എക്സ്റ്റെൻറ്റ് വരെ കാര്യങ്ങൾ റിവീൽ ചെയ്യണം, ഏത് എക്സ്റ്റെൻറ്റ് വരെ കാര്യങ്ങൾ റിവീൽ ചെയ്യണ്ട. It is always God's way of doing things. It's always God's way of doing things that he hides a few things for himself. That will be revealed at a time and place when he feels convenient for them to be revealed. ദൈവം എപ്പോഴും ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കും. അത് തനിക്ക് മാത്രം കൺവീനിയൻ്റ് തോന്നുന്ന സ്ഥലത്തും സമയത്തും റിവീൽ ചെയ്യാൻ ദൈവം വെച്ചിരിക്കുകയാണ്. So what is it we should do? There are two things we should do. Number one, is it something that if you try we can understand now? നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ ഇപ്പം നമുക്കത് മനസ്സിലാകാൻ പറ്റുമോ? Is it something we can understand? Suppose we try now. Well, there are clues in the Bible that helps you to understand it. നമ്മൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി ബൈബിളിൽ ചില ക്ലൂ തന്നിട്ടുണ്ട്. Some clue. Or even outside the Bible, if it is historical, then we can go to areas outside the Bible to understand it. Okay, അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ, suppose we don't get it, then we should come to the conclusion that God does not want us to know it. God does not want us to know it. And we must be settled or satisfied with God's authority in not ready to reveal a few things to us. ചില കാര്യങ്ങൾ നമുക്ക് റിവീൽ ചെയ്യാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ അതോറിറ്റി ഉണ്ടല്ലോ, ആ അതോറിറ്റിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. Now here in the book of Revelation we are coming to read a couple of more verses and then we will be going through that. Revelation chapter 14
വേഴ്സസ് 5 മുതൽ 7 വരെയുള്ളതാണ്. 7 വരെയുള്ളതാണ് നമുക്ക് വായിക്കേണ്ടത്. 7 or 8. That's what we should read now, please. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിക്കുവാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുവീൻ എന്ന് അവർ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. Okay. We are starting from where we stopped last day, and then we come to another serious area of study. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിൽക്കുമ്പം 144,002 ഗ്രൂപ്പ്സിനെ കണ്ടത്. And the difference between these two groups, that's what I was going through on last day. The difference between these two groups. So there is a serious question coming there. A very serious question. And that serious question is, why there should be two groups of 144,000 people? Why should there be two groups of 144,000 of people? Why can't God be satisfied with just one? Why can't God be satisfied with just one? ഒരെണ്ണം പോരായോ? ഈ രണ്ട് ഗ്രൂപ്പിന്റെ ആവശ്യം എന്താ? That's a question. അതിന് മറുപടി തിരിച്ചൊരു ചോദ്യമാണ്. ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? Who are you? Who are you that questions God? ദൈവത്തോട് തിരിച്ചു ചോദിക്കുക നീ ആരാ? That's how God wants it to be. God has assigned different duties, responsibilities, and hierarchies to these two groups of people. ഈ രണ്ട് ഗ്രൂപ്പിനും ദൈവം ഡിഫറെന്റ് ഡ്യൂട്ടീസ്, റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, ഹൈറാർക്കീസ് വീതിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് these are men in their desire to serve Jesus Christ and walk with him. അതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. വേഴ്സ് നമ്പർ 14 5 ഒരു പാർട്ടാണ്. These are men. Please underline the word men. ഈ തലതിരിഞ്ഞ രീതിയിൽ ബൈബിൾ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ഈ ബ്രിട്ടീഷ് ഇന്റർപ്രിറ്റേഷൻ്റെ ഒരു സ്വഭാവം. It is characteristics of the British teachers to interpret the Bible in an upside down manner, in an inverted manner, in a perverted manner. ഒരു തലതിരിഞ്ഞ രീതിയിൽ വേദപുസ്തകം വ്യാഖ്യാനിക്കുക. അത് ബ്രിട്ടീഷുകാരുടെ ഒരു സ്വഭാവമാണ്. That is absolutely unacceptable to God. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, these are men. What does it mean? Only men. No woman has any role in it. No woman has any role in it. Please, please, please take from me, അങ്ങനെ നിങ്ങൾ ദയവായിട്ട് ഉദ്ദേശിക്കരുത്. Because in its original language, it means human beings. മനുഷ്യർ എന്നാണ്. That does not mean only men, a particular gender. ഒരു മാസ്കുലിൻ ജെൻഡറിനെ മാത്രം കുറിക്കുന്ന പ്രയോഗമാണ് when it comes to the English language. And that is the defect of the English language. Whereas in the original language, it gives human beings. അതുകൊണ്ട് ഇവരും ആണുങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അത് മെൻസ് ഒൺലി ക്ലബ്ബാണ്. ചില മെൻസ് പ്രെയർ മീറ്റിംഗ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ. മെൻസ് ഒൺലി പ്രെയർ മീറ്റിംഗ്, വിമൻസ് ഒൺലി പ്രെയർ മീറ്റിംഗ് എന്ന് പറയുന്ന പോലെ ദൈവത്തിലും സ്വർഗത്തിലും മെൻസ് ഒൺലി ഗ്രൂപ്പ് ഒന്നും ഉണ്ടെന്ന് ചിന്തിക്കരുത്. സോ
in their desire to serve Jesus Christ and walk with him. So they had a great desire to serve Jesus Christ. They came to know of the Lord Jesus Christ, or Jesus Christ was revealed to them as Savior only at the beginning of the Great Tribulation. So what did they do? They desired to serve Jesus Christ and walk with him, leaned on his power to live holy. They leaned on his power. തൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. എന്തിനു വേണ്ടി? To live a holy life. Consecrated lives means a life separated for him. കർത്താവിന് വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതം. If we can go to a comparison, that is very much like Galatians 2:20. ഗലാത്യ ലേഖനം 2:20 നമുക്കൊരു പാരലൽ കാണിക്കാം. അവിടെ I have been crucified with Christ, and I no longer live, but Christ lives in me. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. The life I live in this body, I live by faith in the Son of God. ഇപ്പൊ ജീവിക്കുന്നത് ദൈവപുത്രനുള്ള വിശ്വാസത്താലാണ്. Who loved me and gave himself for me. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനുള്ള വിശ്വാസത്താലാണ് ഞാൻ ഇപ്പൊ ജീവിക്കുന്നത്. So that is a comparison. That's a comparison means പൗലോസ് ഭൂമിയിൽ എങ്ങനെയാണോ ജീവിച്ചത് അതിന് തുല്യമായ അതുപോലുള്ള ഒരു ലൈഫായിരിക്കും മഹോപദ്രവത്തിൽ ഇവർ ജീവിക്കുന്നത്. Before the four beasts and the elders. So where are they stationed? Where are these people stationed? Before the four beasts and the elders. Four beasts and the elders. Four beasts and the elders means four beasts in heaven. And the elders means elders in heaven. എന്ന് പറയുമ്പോൾ കാര്യം തീർന്നോ? കാര്യം തീർന്നില്ല. I thought when these terminologies are being told in the Bible, we have been studying the Bible for such a long time, and these terminologies, without me explaining, all my students already know. But unfortunately, I came to know that even if I explain, still many people don't know. Okay. For beasts എന്ന് പറയാൻ കാര്യം, they are living beings, but we cannot explain them beyond that. They are living beings, but we cannot explain beyond that. So that's why a name beast is given. That does not mean they are beastly. ഈ മൃഗങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഈ കാർക്കാൻ കൊണ്ടുവന്ന കന്നാലിയൊക്കെ മൃഗം എന്ന് പറയുന്നത് ആ മൃഗം എന്നുള്ള അർത്ഥത്തിലല്ല. They are highly potential living beings, highly intellectual living beings with the highest level of intelligence. Living beings with the highest level of intelligence. What is the significance of number 4? Because they represent each direction of the universe. One is representing the eastern side, other the western side, other the northern side, other the southern side. പ്രപഞ്ചത്തിൻ്റെ 4 കോണുകളിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തിനോട് അറിയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ 4 ബീസ്. And the second thing, the elders. When you say elders, some people think that the apostles died and the fathers of the tribes died. They reached in heaven and they are sitting on these 24 seats. No, they are not like that. Then what is it like?
let's have a little understanding as we are moving forward. Let's have a little understanding as we are going, because it's heaven that is being described. The first thing to understand, there is a representation of everything on earth exactly as it is in heaven. May I tell you once again? There is a representation of everything on earth exactly as it is in heaven. ഭൂമിയിലുള്ള എല്ലാത്തിനും സ്വർഗത്തിലൊരു representation ഉണ്ട്. There is representatives for the animals, representative for the birds, representatives for the flora and fauna, representatives for the earth. There is representatives for everything. What does it mean? That means God is the creator not only of human beings, but of the whole creatures in the entire universe. ദൈവം സൃഷ്ടാവാണ്, മനുഷ്യന്റെ മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവം. And the Bible says he is compassionate to all creations എന്നാണ്. സകല സൃഷ്ടിയോടും ദൈവത്തിന് കരുണ തോന്നുന്നു. He is compassionate to the entire creation world, everything created in the world. So we are not supposed to be, or nobody is supposed to be rude or cruel to any of the creations. The 12 apostles, where are they now? They died and they are in their resting place in the paradise. അവർ പാരഡൈസിൽ റെസ്റ്റിംഗ് പ്ലേസിൽ വിശ്രമിക്കുക. They are not in heaven. And what about the leaders of the 12 tribes of Israel? Are they in heaven seated on these 12 seats? No. They also died and they are in the resting place. But they have a representative angel in heaven. They have a representative angel in heaven. So these 24 elders are the representatives, the representative angels. Don't think that they died and their spirit went to heaven and their spirit is sitting in heaven. No, absolutely incorrect. Please don't try to go to these sort of imaginations. Okay, so before the 4 beasts and the elders means 24 elders. Then Revelation 14:4. These are they which were not defiled with women. Not defiled with women. There the word women does not mean women. Please take it from me. അവിടെ സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന നമ്മുടെ സഹോദരിമാരല്ല. That means the voluptuousness or the immoral life being practiced by human beings on earth. That word represents immorality. The word women in the context represents immorality. That doesn't mean women at all. So these people, they never mingled with immorality, for they are virgins. For they are virgins means after coming to know the Lord Jesus Christ, they haven't committed any sin at all. കർത്താവിനെ അറിയാൻ ഇടയായതിനു ശേഷം, അവരറിയുന്ന മഹോദരകാലത്താണ്, അവർ ഒരു പാപവും ചെയ്തിട്ടില്ല. These are they which follow the Lamb whithersoever he goeth. Whithersoever he goeth. Wherever the Lamb goes, they go. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ കുഞ്ഞാടിനെ അനുഗമിക്കുന്നു. Okay, is there a confusion? You don't have confusion. You're good people. I have confusion because I'm not so intelligent as you are. Okay, let's try to do one thing. അവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും കുഞ്ഞാടിനെ അനുഗമിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവർ സ്വർഗത്തിൽ ചെന്നതേ ഉള്ളൂ.
They just reached heaven. And where are they sitting? They are sitting in front of the throne of God. And then, who are there? God the Father is there. Jesus Christ is there. The 4 beasts are there. The 12 angels are there. And we are also there. ഈ സംഭവം നടക്കുമ്പോൾ നമ്മളെവിടെ? നമ്മളും സ്വർഗത്തിലാണ്. Do we see the Lamb of God going anywhere now? ഈ സമയത്ത് കുഞ്ഞാട് എവിടെങ്കിലും സ്വർഗത്തിൽ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? Do we see the Lamb of God going anywhere from heaven at all? Nowhere from heaven at all. He is in heaven. He is in heaven during all the 7 years of tribulation on earth. He doesn't go from heaven anywhere at all. He is in heaven. Why he is in heaven and doesn't go anywhere? Why he is in heaven and doesn't go anywhere? Listen to me. He has not been given the permission yet. The Lamb of God has not been given the permission yet to move from heaven. You might be thinking, what is it I'm teaching about? What a doctrine. Listen to me. ഇവിടെ the enemies of God are not yet under the footstool of God the Father. ദൈവത്തിന്റെ ശത്രുക്കൾ ഇതുവരെ ദൈവത്തിന്റെ പാദപീഠമായിട്ടില്ല. They are moving and unleashing atrocities, violence on earth. Until they are under the footstool of the Father told his son, you be on my right hand. You be on my right hand. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുക. ഇരിക്കുന്നത് ഇങ്ങനെ ഇരുന്നോളെന്നല്ല, ബി there എന്നാണ്. ഇനി ശ്രദ്ധിച്ചോണം. When does the lamb move from there? When does the lamb move from there? The lamb moves from there only after those 7 years period, and he's moving from there to come down to earth to bring God's enemies under his footstool. ഈ 7 വർഷത്തെ മഹോപദ്രവം കഴിഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്തിനു വേണ്ടി ഇറങ്ങി വരുന്നത്? ശത്രുക്കളെ പാദപീഠമാക്കുവാൻ. Listen to me. From that time onwards, the lamb moves. From that time onwards, the lamb moves. And from that time onwards, these 144,000 also follow him. ഇവിടെ, what is told here in the sentence is a future activity, not a present or a past. Listen to me. It's a future activity, not a present or a past. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ കുഞ്ഞാടിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നത് they will follow the lamb എന്നാണ്. It does not mean the lamb is moving in heaven now. They are also moving with the lamb. It does not mean the lamb is going anywhere and these 144,000 are following the lamb. ദൈവകുഞ്ഞാട് ഇപ്പോഴെങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെന്നും മീൻസ് മഹോദരം നടക്കുമ്പം ഇവര് ദൈവകുഞ്ഞാടിന്റെ പുറകെ പോകുമെന്നും നിങ്ങൾ ചിന്തിക്കരുത്. Because whenever we study the book of Revelation, as I told you, the most important thing to understand, look at the verb. Look at the verb in every sentence and see in what tense is it given. Look at the verb and in what tense is given. A verb in the tense form മനസ്സിലാക്കണം. That's very, very important because so many people, I must say far greater than I am in interpreting the book of Revelation. They made the serious mistake of not following the verb pattern properly. There is one more thing I'm going to say. May I hope you are following me?
Some people shook their head. Okay. Thank you, Acha, very much. Now listen to me. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെയും പ്രവചനങ്ങളുടെയും പ്രത്യേകത. Do you know what do? Whenever they try to make a statement or give a narration about an incident, they give the last incident first. They give the last incident first, and then the first incident afterwards. Then that's the style of the Bible. That's the style of the Bible. Or I should rather say, that's the style of the Holy Spirit. You get on, eh? Don't suppose if we are going to tell the death story, sad death story of a young man or a young woman. ഒരു പാവം ചെറുക്കൻ ബോംബെ പോയി, അവിടെ ട്രെയിൻ അടിച്ചു വീണ് ചത്തുപോയി, മരിച്ചുപോയി. നമ്മൾ അവനെ പറയുന്നത്, in the district of Pathanamthitta, there was a Christian family. They had 4 sons, and the fourth son was a good boy. When he grew up, he got his some technical qualifications from some ITI. Then he got a train. He went to Bombay in search of a job. For 4 months, he was searching. Our narration ends with his death. നമ്മുടെ narration. It's the same thing. It's given to a Bible writer. You know, where does it start with? A young boy of 24 years died in an accident in Bombay. ആ സ്റ്റോറിയുടെ ലാസ്റ്റ് അതാണല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? They go back to the front part. അപ്പം നമ്മൾ എന്താ വിചാരിക്കും? We think this is the first part of the story. That means we maintain the chronological order of narrating an incident, whereas the Bible writers don't do that. We maintain the chronological order of writing an incident, whereas Bible does not do so. So നമ്മളിവിടെ വന്ന് നമ്മൾ പറഞ്ഞ വാക്യത്തിൽ വരികയാണ്, അവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിക്കുന്നു. What is it? That is their last job. Is that their first job? Is there the only job? Is there the job that they are doing now? No. That is the last job. But that's the way in which the Holy Bible narrates incidents. വിശുദ്ധ വേദപുസ്തകം സംഭവങ്ങൾ narrate ചെയ്ത് അങ്ങനെയാണ്. And we have no way other than following the biblical way of narrating things. Okay, these were redeemed from among men, the first fruits unto God, and do those follow Christ in the exercise of the graces of humility, patience, and love. So, God expects people to follow him in all generations in these 3 things. ദൈവത്തെ പിൻഗമിക്കുന്നവൻ ഈ 3 കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് ദൈവത്തെ പിൻഗമിക്കാവൂ. If you are going to follow Jesus, if you want to follow Jesus, or if you're interested in following Jesus, make sure that you observe 3 things. Which are the 3 things that you should observe? Number 1, follow him in the grace of humility. Number 2, in the grace of patience. Number 3, in the grace of love. 1, in the grace of humility, God gives you the grace to humble yourself. God gives you the grace to humble yourself. നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തുന്നതിനുള്ള കൃപ നിങ്ങൾക്ക് തരും. That means by nature, many of us are very arrogant, very rude, occasionally misbehaving, and very, very unyielding. പലപ്പോഴും നമ്മൾ ബൈ നേച്ചർ റൂഡാണ്, അരഗൻ്റാണ്,
unsubmissive and we don't submit ourselves to others, and we love to be disobedient. These are all the negative temperaments that we are brought up with. Look at a little child. Which word it learns to say first, no or yes? ഒരു ചെറിയ കുട്ടിയുടെ വളർച്ചയിൽ അവൻ ആദ്യം പഠിക്കുന്നത് എന്താ? നോ പറയാനാണോ യെസ് പറയാനാണോ? ഇത് ആര് പഠിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. നോ അവൻ്റെ അകത്ത് കിടക്കുക. ദാറ്റ് മീൻസ് റിബല്യസ് നേച്ചർ വി ആർ ഓൾറെഡി ബോൺ വിത്ത്. യെസ് പറയാൻ എത്രയോ കഴിഞ്ഞാണ് പഠിക്കുന്നത്. So that's how we come to the Lord Jesus Christ. And God wants us to follow him. But if we should follow him in any age, not only in the age of grace in which we are living, or in the previous ages when people lived, or in the coming ages when people are going to live, everybody has one standard, one yardstick of following God. ദൈവത്തെ പിൻഗമിക്കാൻ ഒറ്റ യാർഡ്സ്റ്റിക്കേ ഉള്ളൂ. And that yardstick is to follow him in the exercise of the grace of humility. In the exercise of the grace of humility means you should practice humility. In the exercise of the grace of humility means you should practice humility. Humility ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. Patience. I don't have to tell you that. And love. Many people say, oh, Jesus will love you. Father will love you. Oh, Holy Spirit will love you. ചുമ്മാതെ പറയാ. ഈ ഫാദർ വിൽ ലവ് എന്നും ഹോളി സ്പിരിറ്റ് വിൽ ലവ് എന്നും ചുമ്മാ പാട്ട് തന്നെ എഴുതി പിള്ളേർ ചുമ്മാ പറയാ. They know nothing of the meaning of it. Because before that, the first is the exercise of the grace of humility. The first is the exercise of the grace of humility. Only after that, once you have decided to exercise the grace of humility, the second thing comes to is the exercise of patience. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഏറെ ആവശ്യം. And the last is love. But we have turned these things the other way around. Oh, we love Jesus. We love. And in the performance of the several duties of religion and subjection to ordinance and in the path of suffering. Okay. So for the Lamb, these people are ready to suffer. They are on the path of suffering. കഷ്ടതയുടെ വഴി അവർ തിരഞ്ഞെടുത്തവരാണ്. And subjection to ordinances. Subjection to ordinances means God has his own ordinances. ദൈവത്തിന് ദൈവത്തിൻ്റെതായ കൽപ്പനകളും അരുളപ്പാടുകളുമുണ്ട്. That's how God is. And you have to submit yourself to it. You have to submit yourself to it. You cannot say, this part is okay and the other part is not okay. This is okay, but the other part is not okay. എന്ന് ദൈവത്തോട് പറയാൻ നിനക്ക് റൈറ്റ് ഇല്ല. That's what these people are. And in every way in the church, Christ the Lamb has gone before them, or in his word and providence leads and directs them too. In every way, Christ is the leader. The church is the follower. Whether it be grateful to the flesh or not, particularly they follow where he is preached. Particularly he follows where he is preached. Particularly he follows where he is preached. എല്ലാവരും ഉറങ്ങാൻ തോന്നുന്നു. നമ്മുടെ names are too small. I can't read your names, Okay, no problem. ഇത് ഒരു particularly difficult topics ആണ്. Particularly difficult topics ആണ്. They follow wherever he is preached. കുഞ്ഞാടിനെ പറ്റി പ്രസംഗിക്കുന്നിടത്തെല്ലാം ഇവർ പോകുന്നു.
because of the love of God. എടാ, മഹോപദ്രവത്തിന് മുമ്പ് പ്രസംഗം തീർന്നില്ലയോ? ഇല്ലേ? പ്രസംഗിക്കുന്ന ഇപ്പോഴില്ലയോ? സുവിശേഷ പ്രസംഗം ഇപ്പോഴില്ലയോ? ഇനി മഹോപദ്രവത്ത് ഡ്യൂറിങ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ there is preaching, but they are in heaven. These people are in heaven. Then when do they follow? When do they follow wherever Jesus is preached? When do they follow wherever Jesus is preached? Be very careful. Listen to me very properly, because you could be otherwise confused. This happens in the millennium rule. ഇത് മില്ലേനിയം റൂളിൽ സംഭവിക്കേണ്ട കാര്യമാണ്. Because in the millennium rule, what are we doing? What are we doing? We are not preaching the gospel. We don't have that role. We are not organizing prayer meetings. We don't have that role. No more fasting. അതുകൊണ്ട് ജോൺ പോൾ പാസ്റ്റർ ഫാസ്റ്റിംഗ് എടുക്കണമെങ്കിൽ ഇപ്പോഴെടുത്തോണം. തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം തോന്നുകയാണെങ്കിൽ now is the time to take fasting. നല്ല 3-4 മുട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ ഫാസ്റ്റ് ചെയ്യണം. ഇപ്പം ഡ്യൂറിങ് ദി മില്ലേനിയം റൂൾ യു കനോട്ട് ഒബ്സർവ് ഫാസ്റ്റിംഗ്. പ്രസംഗിക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ ജോൺ പോൾ പാസ്റ്റർക്ക് ഒരു വിഷമായി വെച്ചു, പ്രസംഗിക്കാൻ ഒക്കത്തില്ലെന്ന്. ഓക്കെ, ഒരു പക്ഷേ ദൈവം വീരിച്ചാണ് ഇവന്മാരുടെ ഇപ്പോൾ പ്രസംഗം കേട്ട ആൾക്കാർ ഒരു പരുവമായി കഴിഞ്ഞു. ഇനിയെങ്കിലും ആൾക്കാർ രക്ഷിക്കാവുന്നതായിരിക്കും അന്ന് നമ്മളെ കൊണ്ട് പ്രസംഗിപ്പിക്കാത്തത്. We are the bride of the Lamb, and the bride of the Lamb is to be with the Lamb. But then, what are the Jewish people doing? They are the evangelists of the world. They are the evangelists of the world. അന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ യഹൂദനും സുവിശേഷ വേലക്കാരാണ്. So what do? They carry the gospel of the Lord Jesus Christ from Jerusalem to the farthest ends of the world. To the farthest ends of the world. Why is it necessary? Number one, many people who have the right to enter into the millennium rule have not obtained sufficient knowledge of God so that at the end of it they could be taken to glory. ശ്രദ്ധിച്ചോണം ഒന്നുകൂടെ. മില്ലേനിയം റൂളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരും സ്വർഗത്തിൽ പോവാൻ ക്വാളിഫൈഡ് ആകണമെന്നില്ല. The only one thing, they don't commit any sin. But that doesn't mean they know the Lamb of God. And secondly, there is a massive population growth during the millennium rule. Massive population growth. Because അവിടെ എന്തില്ല? ശിശുമരണം ഇല്ല. പ്രസവത്തോടെ അമ്മയും കുഞ്ഞും മരിക്കുന്ന പരിപാടിയില്ല. Every woman will have a painless birth. Every woman will have a painless birth. അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് പെയിൻഫുൾ ബർത്ത് ഉണ്ടാകത്തില്ല, ചൈൽഡ് ബർത്ത് ഉണ്ടാകത്തില്ല. പിന്നെ പെയിൻലെസ് ചൈൽഡ് ബർത്ത് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? Because when God created Adam and Eve, God had not intended in his heart that someday when Eve becomes pregnant, she will have a painful birth. No. Painful childbirth എപ്പോഴാണ് പറഞ്ഞത്? Only when they fell down from God's plan. അല്ലേ? ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്ന് fallen down ആയ പാപം കയറിയ ഭൂമിയിലാണ് ഏതുള്ളത്? കഷ്ടവും ഗർഭധാരണവും നിനക്ക് വർദ്ധിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്ന് പറഞ്ഞത്. Now the millennium rule is coming. What's happening in the millennium rule?
the sin has already been taken away. Sin has already been taken away from the millennium earth. There is no sin. And there is no sickness. There is no damage. There is no pain. There is no pain. So consequently, what happens? Every woman could give birth to as many children as possible. And now you ask me, what about food and other amenities that all these people can have? Because the earth is full of fruition. ഭൂമി അതിൻ്റെ ഫ്രൂഷൻ കപ്പാസിറ്റിയുടെ 100% നിൽക്കുക. Even if all these people eat up, the food production on earth doesn't finish. ഭൂമിയുടെ ഫുഡ് പ്രൊഡക്ഷൻ അവിടെ അവസാനിക്കുന്നില്ല. But there is a question. The second generation may have heard about the Lamb. The third generation has no clue. And the fourth generation, അപ്പം കഷ്ടം, ദുഃഖം, ഭാരം, പ്രയാസം, വേദന. Violence, atrocities, pains, agonies, all these things they have not heard. And do you know the reason why? The reason, in history they study there was First World War, there was Second World War, there was Gulf War, there was that war, this war, they think. War, what is it like? They said there were planes used, tanks used. Tank, what is it like? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കാൻ കാര്യം? എല്ലാ യുദ്ധോപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു. Every weapons of war has been turned into agricultural equipment. So think about the third generation of people who live in the millennium rule. Do they have any idea of warfare or war weapons? No. So what do they think? These are natural. The peace they enjoy is natural. But they must understand one thing, that's because of one person, that is the Lamb of God, who was crucified, who was slaughtered. അറക്കപ്പെട്ട കുഞ്ഞാടാണ് ഈ സമാധാനത്തിന് കാരണമെന്ന് അവരറിയുന്നില്ല. So they must be hearing the gospel. We don't have the freedom. We have no time to leave the Lamb of God so as to go and preach the gospel, because we are rulers. So what happens? God sends the Jewish people are evangelists to speak the gospel to the farthest corners of the world. And then wherever the gospel is preached, who goes to attend the gospel preached? The 144 people who are selected here, consecrated here, they go and listen to the preaching of the gospel. For what purpose? Purpose number one, to help, to encourage, to strengthen, to assist the gospel preachers. Gospel preachers-നെ strengthen ചെയ്യുന്നതിന്, അവരെ എക്വിപ്പ് ചെയ്യുന്നതിന്, അവരെ ബലപ്പെടുത്തുന്നതിന് ദൈവസന്നിധിയിൽ കുഞ്ഞാടിൻ്റെ അടുത്ത് നേരിട്ട് പോകുന്നവരാണ് ആര്? ഈ 144,000 people. They go wherever the gospel is preached. May I hope that I am clear to you? Not many people agree with me. Oh, Pastor Sajim Angburi has agreed. Because he has been with me from day one of this meeting. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ day one മുതൽ ആദ്യഫലമാണ് സജി പാസ്റ്റർ. So I'm happy at least one person agrees with me. So look at the conundrums in the book of Revelation. നമ്മൾ സൂക്ഷിച്ച് വായിക്കുമ്പോഴാണ് ഓരോരുത്തർ എവിടെ ഏത് സമയത്ത് എന്ത് കാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണെന്നുള്ളത്. God in His eternal wisdom
in his eternal wisdom, in which he sees the end in the beginning, he has seen and assigned and destined people of different capacities for different ministries in different times in God's plan. ദൈവത്തിൻ്റെ ഇറ്റേണൽ വിശുദ്ധത്തിൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ മിനിസ്ട്രി ആരൊക്കെ ചെയ്യണം, God has planned it. Now, if we should understand it, we should sit with the word of God and go through it very carefully. ഓരോ ഇൻസിഡന്റ് കാണുമ്പോൾ our question is, when is it going to take place? Second question is, where is it going to take place? And the third question is, how is it going to take place? You get me? When is it going to take place? Number two, where is it going to take place? Number three, how is it going to take place? And if we want, we can ask one more question. And ആവശ്യമില്ല, that is, why is it going to take place? Why is it going to? എന്തിനാണ് ഈ കാര്യം നടക്കുന്നത്? അത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, because that is God's plan. Even then we can ask God, why is this thing going to take place? Okay, let's come back. Now, being the first fruits unto God and to the Lamb. So they are the first fruit unto God and to the Lamb. Unto God and to the Lamb. What does it mean? Unto God and ദൈവത്തിനും കുഞ്ഞാടിനും. അങ്ങനെ പറയാൻ കാര്യം എന്താ? അങ്ങനെ പറയാൻ കാര്യം എന്താ? കഷ്ടമായി പോയി കേട്ടോ. I should be inviting you to a classroom for a face-to-face interaction, so that I could be sort of irritating you with so many irritating questions. No, I can't do that because you are far away from me. If I irritate you with the questions, you will switch off your camera and you will run away. You say, this guy is irritating, we don't want to listen to it. ഇപ്പം ഞാൻ നിങ്ങളെ ഇറിറ്റേറ്റിംഗ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓഫ് ചെയ്തിട്ട് പോകത്തില്ലേ? I should have actually got you on a classroom. ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യദാനം. Can you imagine and tell me what does it mean? Can you imagine and tell me what does it mean? You don't have to imagine a lot. Listen to me. There are two ways of salvation already implied. Not explained, but implied. You know the meaning of explained and implied? Explained വിശദമായിട്ട് പറയുക. Implied എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. There are two types of salvation already implied. One is salvation unto God through Jesus Christ. ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ആർക്കും രക്ഷയില്ല. എപ്പോ? ഇപ്പം. എപ്പോ? In the Old Testament period. Because every sacrifice was pertaining to the Lord Jesus Christ. എല്ലാ യാഗങ്ങളും യേശു ക്രിസ്തുവിനെ കാണിച്ചതുകൊണ്ട് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത് എല്ലാവരും they were coming to God through Jesus Christ. Okay? നമ്മളെല്ലാവരും our way to God the Father is through Jesus Christ. മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുന്ന യേശു ക്രിസ്തു ഒരു നാമം, വേറൊരു നാമവുമില്ല. ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരാള്, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെ ഏൽപ്പിച്ചുള്ളത് യേശു ക്രിസ്തു തന്നെ. ജീസസ് ക്രൈസ്റ്റ് is the only way and the only savior. Now listen to me. When it is the Great Tribulation, the pattern or plan of salvation changes. How does the pattern and plan of salvation changes? Everybody who comes to God through Jesus Christ, listen to me, first they have to join the Lord Jesus Christ. ഒന്നാമത്
അവർ യേശു ക്രിസ്തുവിനോട് ചേരണം. എങ്ങനെ? സ്നാനത്തിലല്ലേ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നമ്മളെല്ലാം. And secondly, they should receive the Holy Spirit. And thirdly, they should worship the God in spirit and truth. And fourthly, they should keep themselves away from the ways of the world. Now, നമ്മൾ ഈ പറയുന്ന കഥ നടക്കുന്നത് മഹോദരകാലത്താണ്. The first question, is there any baptism taking place on the planet Earth at that time? No. Number two, any Holy Spirit you can receive at that time? No, because the Holy Spirit is busy heaven doing something else. And the third, is there any worship in spirit and truth happening on earth during the time? No. The only one thing you can do is keep yourself away from the evil ways of the world. ആകെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ലോകത്തിൻ്റെ വൃത്തികെട്ട വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ മാത്രമേ നിങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. So, what happens? In two ways people are saved. Number one, those who say, God, save me. I don't want to be with the evils of the world. ലോകത്തിൻ്റെ ഈവിൽ വേസിൽ എനിക്ക് പോകണ്ട, ദൈവമേ എന്നെ രക്ഷിക്കണം. And some other people say, Lamb of God, Jesus, save me. ഈ whole pattern of salvation അവർക്ക് അറിയത്തില്ല. That means our pattern of, or the present pattern of salvation ceases, stops with the rapture of the church. ഇന്ന് നമ്മൾ കാണുന്ന രക്ഷാപദ്ധതി എവിടെ തീർന്നു കഴിഞ്ഞു? സഭ എടുക്കപ്പെടുന്നതോടെ തീർന്നു കഴിഞ്ഞു. And the next is SOS, save our soul എന്ന് വിളിച്ചു പറയുന്നവരെ രക്ഷിക്കുക. അപ്പോൾ ആര് രക്ഷിക്കുന്നുണ്ട്? The Lamb is saving those who call upon his name, and the Father is saving those who call upon his name, because people don't know the difference between God the Father or Jesus Christ the Son. അറിയത്തില്ല. വായി വരുന്ന വിളിക്കുക. You have to call upon me in the proper way, otherwise I won't answer. രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോപ്പറായ രീതിയിൽ വിളിച്ചോണം. നിനക്ക് തോന്നുന്ന വിളിച്ചോന്ന് ഞാൻ മറുപടി പറയത്തില്ല. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. Do you get me? So these are the people saved unto God and the Lamb of God. Am I clear with you? Did you fully understand it? Fantastic. Thank you very much. So I think I can go forward. Now we are coming to, so being first fruit of God unto the Lamb. In allusion to the first fruit under the law, which represented and sanctified the Lamb and showed that harvest was coming. First fruit എന്ന് പറയുമ്പം what does it mean? First fruit എന്ന് പറയുമ്പോൾ what does it mean? ഈ നമ്മുടെ ജോൺ പോൾ പാസ്റ്റർ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? അടുക്കളയിലിട്ട് നോക്കിയിരിക്കുക, വല്ലതും ചപ്പാത്തി ആയോ ദോശയായോ എന്നുള്ളതല്ല. ഇങ്ങോട്ട് നോക്കിയിരിക്കുക. അതേ നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ കർത്താവ് ഭയങ്കര സെറ്റപ്പാണല്ലോ പാസ്റ്റർ ഇത്. Excellent. I'm thrilled and excited. Okay. Now listen to me. When our blessed Lord was crucified, or let's better take it this way. പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ട് കഴിഞ്ഞാൽ, once the Passover lamb is slaughtered, on the third day early morning, the priest would go to the paddy field and collect 3, sheaves of barley from there. അവിടെ നിന്ന് 3 കറ്റ, ഷീവ്സ് എന്ന് പറഞ്ഞാൽ കറ്റയാണ്, കറക്റ്റ്.
3 കറ്റ കൊയ്തെടുക്കും. That he will bring the temple of Jerusalem, and he will offer it God the Father. He will lift it up towards the east, towards the west, to the north and south, and towards heaven, and give praise or thanks to God, that being the first fruit. What does it mean? Harvest is going to take place. You understand? That being the first fruit, when I say these are the first fruit from the field, means the next step is harvest is going to happen. Now listen to me carefully. ഞാൻ നിങ്ങളോട് എപ്പോഴും ലിസൺ ടു മീ കെയർഫുള്ളി നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം വന്നാൽ ഇപ്പം പറയാതിരിക്കാൻ പറ്റുമല്ലേ? Because teachers have to use the teacher's language. Unfortunately, I have been a teacher for the last 40 years. See, one cannot teach older dog new tricks in English. You cannot teach older dog new tricks. Will be still following it. So, hope you follow me. Now, these are the first fruits, means a large number of people are going to be collected from the heaven, collected from the earth as fruits to be presented to God in heaven. ഈ മഹോദരകാലത്ത് ഒരു വലിയ കൊയ്ത്ത് ഭൂമിയിൽ നടക്കും. Massive harvest will take place during the Great Tribulation. A massive harvest will take place. And these 140,000 people are the first fruits. Is it clear enough? അത്രയും ക്ലിയർ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റത്തുള്ളൂ ഇപ്പം. I can't go beyond that because I have my own human limitations also. Okay, now let's come back. That is first fruits. Then, so these persons are called the first fruits to God under the Lamb, being called by grace and consecrated to their worship and service. So these are called by grace. അവരെ കൃപയാൽ വിളിക്കപ്പെട്ടവരും അവരെ കോൺസെക്രേറ്റ് ചെയ്ത് മാറ്റിവെച്ചെന്തിന്? വർഷിപ്പ് ആൻഡ് സർവീസ്, ടു വർഷിപ്പ് ഗോഡ് ഇൻ ഹെവൻ ആൻഡ് ടു ഡു സർവീസ് ടു ദ ലാം ദെയർ ആഫ്റ്റർ. സ്വർഗത്തിൽ ആരാധിക്കാനും പിന്നെ to do service to God. That's why they have been consecrated. Then, regarding the harvest of souls, or the large number of them which will be gathering during the spiritual reign of Christ, which these persons will be at the beginning of. So these people have already reached heaven. It's an assurance that a large number of people will reach heaven. ഇവർ സ്വർഗത്തിലെത്തിയെന്നുള്ളത് അഷ്വറൻസ് ആണ്. എന്തിൻ്റെ അഷ്വറൻസ്? ഒരുപാട് പേര് സ്വർഗത്തിൽ വരാനിരിക്കുന്നുള്ളതിന്. And as those who are first called and converted in a country or nation are said to be the first fruits of it. When we read Romans 16:5, we see that ഒരു പ്രദേശത്ത് ആദ്യം വിളിക്കപ്പെടുന്നവരാണ് ആദ്യഫലം. So these being the first, the period of time to which respect is had bear this name, and as the converted Jews received the first fruits of the Spirit on the day of Pentecost and at other times. On the day of Pentecost ദിവസം converted Jews അവരാണ് പരിശുദ്ധാത്മാവിനെ ആദ്യം പ്രാപിച്ചത്. അവരാണ് ദൈവസഭയുടെ ആദ്യ ഫലം. They were the first fruits. So these are the connotations of first fruits, being fruits unto God and the Lamb, perhaps indicating that in addition of being in a privileged position before the resurrection, and not only that, they will be people, they are in a privileged position in heaven. They will always be in special position of service for Christ after the resurrection. They will be in special service of the Christ. Follow the Lamb. Well, I told you the meaning of it. First fruits എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. And now we are coming to verses number
5 we have finished. Now it's time for us to come to verses number 6. The sister has already read. Okay. Sister, can you please read verse number 6 once again? Sure. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിക്കുവാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. Okay. Now we are seeing a different scenery, different setting. ഇപ്പൊ വേറൊരു രംഗം നമ്മൾ കാണാൻ പോവാ. That's again a little bit strange to explain. Another angel appears in the firmament place. ആകാശമധ്യേ ഫെർമമെന്റ്, സ്വർഗത്തിലല്ല ഭൂമിയിലുമല്ല, മധ്യ ആകാശ ഫെർമമെന്റിൽ. Another angel means this one has not appeared so far. ഇതുവരെ ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആദ്യം വരിക, appearing for the first time. And what has he got? He has got a gospel in his hand. What is the name of that gospel? The name of that gospel is everlasting gospel of truth. എക്കാലവും നിലനിൽക്കുന്ന സത്യസുവിശേഷം. And who is it to be spoken to? To all nations. To all nations. Okay. Now we are coming to the most confusing part of it. And with absolute confusion, I will leave the class today. So with all these confusions, you can come back if you feel like coming back. The question is, how many gospels are there? 4 gospels. Hello. 3 gospels under 4 gospels. Am I right, Pastor John Paul? Only one gospel. Pastor John Paul has put all these gospels into one gospel. Now he says 4 gospels. Then he says 3 gospels. എന്താ സാറേ എവിടെങ്കിലും നിൽക്കുക, എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. See, 4 gospel books, 4 books titled or called gospel books. When Mark wrote the first book, he was giving us a life story of the Lord Jesus Christ. He didn't say the gospel according to Mark. That is a title given by editors years later. മർക്കോസ് അവരെ കിട്ടിയ ഒറ്റ അട്ടി കൊടുക്കും ചെവിക്കുട്ടിക്ക്. അല്ല ഞാനിങ്ങനെ എഴുതിയാലും നിന്നോട് ആര് പറഞ്ഞു എൻ്റെ പേരിൽ ഇങ്ങനെ എഴുതി വെക്കാൻ. And then came Matthew. Matthew wanted to prove to the Jewish people that Jesus was their promised Mashiach. He didn't write gospel according to Matthew. That's also an editor's mistake. And then came Luke. He wanted to give a comprehensive account of the life story of Jesus. He didn't write the Gospel of Luke. Again, Gospel according to Luke ascribed it to him. ഇയാൾ എഴുതിയെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം ഇയാൾ എഴുതിയെന്ന്. പുള്ളി അങ്ങനെ എഴുതിയില്ല. And the same with Yochanan. Look, I'm going to give you Gospels. And we'll give you the difference between all these Gospels as we begin the next class. Gospel number 1, the gospel of the kingdom of God.
The gospel of the kingdom of God, രാജ്യത്തിൻ്റെ സുവിശേഷം. Jesus sent his disciple to speak the gospel of the kingdom of God first. Okay. That was not for all and sundry. That is not for the whole world. Restricted only to the Jewish people. Not even to the Samaritans. ശമരിക്കാരോട് പോലും പറയരുത്. ഏത് പറയരുത്? രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കരുത്. ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ല അമേരിക്കയിലെ സാഹിബന്മാർക്ക്. അവർ കേരളത്തിൽ നിന്ന് The kingdom of God is coming. എന്താ ഉദ്ദേശിച്ചിൽ പറയുന്നത്? പുള്ളിക്കതിനെ പറ്റി ഒരു വിവരമില്ല. പിന്നെ എന്നെ പോലെ ഈ പാവപ്പെട്ട ആൾ നിന്ന് വിളിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ മലയാളത്തിൽ നിന്ന് നമുക്ക് 100 രൂപ കിട്ടും, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നു. മൈ ഗുഡ് ഓൾഡ് ഡേയ്സ്, നോട്ട് നൗ. ഓക്കെ. എന്നാൽ സാഹിബിനോട്, സാഹിബ് ഇതെന്താ ഈ പറയുന്നത്? ഇങ്ങനൊന്നും പറയരുതെന്ന് പറയാൻ നമുക്കറിയാമോ? അറിയാമെങ്കിൽ നമ്മൾ പറയത്തില്ല. ഓക്കെ. അത് റെസ്ട്രിക്റ്റഡ് ആണ്. And the second is the gospel of salvation. ഭൂമിയിലേക്ക് പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അതെന്തുവാ? gospel of salvation. And the third is the gospel of grace. കൃപയുടെ സുവിശേഷം. കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ the plan of grace that God has prepared for you from here till eternity. ഇവിടെ മുതൽ നിത്യത വരെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന plan of grace. Okay. And the next is the gospel of what you call glory. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം. തേജസ്സിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ God has a plan of glorifying us, but that cannot take place one day. ദൈവം നമ്മളെ ഘട്ടം ഘട്ടം ഘട്ടമായി തേജസ്കരിച്ച് തേജസ്കരണത്തിൻ്റെ പൂർത്തീകരണം, ആ പൂർത്തീകരണത്തേക്കുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് the gospel of what did I just now say? Of glory എന്ന് പറയുന്നത്, the gospel of glory. And then the eternal gospel of truth. നമ്മളിപ്പോൾ പറഞ്ഞ ആ സംഗതി. Did you get me? These are all God's good news, plans of good news. But look, remember, these are all restricted to different types of people. Gospel of grace and gospel of glory സഭയ്ക്ക് വേണ്ടി മാത്രമാണ്. Gospel of grace, കാരണം ദൈവസന്നിധിയിൽ തേജസ്സോടെ നിർത്തുന്ന ആരെ മാത്രമേ ഉള്ളൂ? കമോൺ, സഭയെ മാത്രമേ ഉള്ളൂ. ഇവരെ ആർക്കും പുത്രന്റെ തേജസ് പ്രാപിക്കാൻ അനുവാദമില്ല. Nobody else. നിങ്ങൾ ആരുമായിക്കോട്ടെ, പുത്രന്റെ തേജസ് പ്രാപിക്കാൻ പെർമിഷൻ ഒറ്റ കൂട്ടർക്ക് ദൈവസഭയ്ക്ക്. That's a gospel for us. And grace, gospel of grace, അതും ആർക്കാണ്? We are living in the age of grace. When we study how God's grace is perfecting us to the person of the Lord Jesus Christ. യേശു ക്രിസ്തു എന്ന ആ വ്യക്തിത്വത്തിലേക്ക്, ആ തലയിലേക്ക് നമ്മളെ പെർഫെക്റ്റ് ചെയ്യുന്നതായ ദൈവത്തിൻ്റെ പദ്ധതിയാണ് കൃപമേൽ കൃപ. Grace upon grace, grace upon grace, grace upon grace. Well, I believe you must be totally confused. With that total sense of confusion, I'm going to call it a day. Call it a day means today's class is over. Praise the Lord. Sir, ഇവിടെ ആറാം വാക്യത്തിന്റെ ആസ്പദമാക്കിയാണ് എന്റെ ക്വസ്റ്റ്യൻ. വീണ്ടും ഈ
144,000 പേര് സ്ത്രീകളിൽ മാലിന്യപ്പെടാത്ത ആ വ്യക്തികളെ ദൈവം വേർതിരിക്കുന്നു. അവര് ത്രൂ ആണ് സുവിശേഷം വീണ്ടും ലോകത്തിൽ 5 വൻകരകളിൽ എത്തുന്നത്. അപ്പോൾ ട്രിബുലേഷൻ പീരീഡിലും ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് ഈ പ്ലീസ് 5 പ്ലീസ് 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 ഞാൻ അങ്ങനല്ല പറഞ്ഞത്. അവർ ത്രൂ ആണ് സുവിശേഷം 5 വൻകരകളിൽ എത്തുന്നല്ല പറഞ്ഞത്. ട്രിബുലേഷൻ പീരീഡിൽ യഹൂദന്മാരാണ് 5 വൻകരകളിൽ സുവിശേഷമായിട്ട് പോകുന്നത്. ഇവര് സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് പോകുന്നെന്നാ. ഓക്കെ ഇവര് പ്രസംഗിക്കുന്നതല്ല. നോ പ്ലീസ്. ഓക്കെ അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ജാതികൾ, വംശങ്ങൾ, ഗോത്രങ്ങൾ എല്ലാവരും. അപ്പൊ അന്നും ട്രിബുലേഷൻ പീരീഡിലും രക്ഷ ഉണ്ട് എന്നല്ലേ ഇവിടെ പറയുന്നത്? വെയിറ്റ് അവിടെ ജാതികളോടും വംശങ്ങളും ഗോത്രങ്ങളും ഇവരല്ല പ്രസംഗിക്കുന്നത്, വേറെ ദൂതം പ്രസംഗിക്കുന്ന പറഞ്ഞേ ഉം. അല്ലേ? അതെ അങ്ങനല്ലേ പറഞ്ഞേ? അതെ അങ്ങനെ തന്നെ. പ്രസംഗിക്കുന്നു പറഞ്ഞോ? ആ ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് പ്രോസസ്സാണ്. നമ്മൾ ഓക്കെ ആദ്യം പഠിക്കേണ്ടത് ആദ്യം മരിച്ച മനുഷ്യനെ പറ്റിയാണ്. ഹാബേൽ. അതെ ഹാബേൽ എങ്ങനെ? ഹാബേൽ ഹാബേൽ വിശ്വാസത്താൽ ഹാബേൽ അല്ലേ കായിനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു, നീതിമാനെന്ന് വിളിക്കപ്പെട്ടു അല്ലേ, നീതീകരിക്കപ്പെട്ടു വിശ്വാസത്താൽ ഹാബേൽ. അത്രേ ഉള്ളൂ, ഒരു വിശ്വാസം. ദാറ്റ്സ് ഓൾ. ഓക്കെ അവിടെ മുതൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അബ്രഹാം വരെ വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസത്താല നീതീകരണമാണെങ്കിൽ അബ്രഹാം മുതൽ പിന്നെ യോഹന്നാൻ സ്നാപകൻ വരെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലുള്ള നീതീകരണമാണ്. അതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളുടെ നീതീകരണം വിശ്വാസം യോഹന്നാൻ സ്നാപകൻ മുതൽ ഇപ്പോൾ വരെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. മറ്റേ ഒരു ദൈവമുണ്ടെന്നും ദൈവത്തെ അന്വേഷിക്കുന്ന പ്രതിഫലം ഉണ്ടെന്നും മാത്രമേ അവർക്ക് വിശ്വാസമുള്ളൂ. നമുക്കിപ്പോ അങ്ങനെയാണോ? അല്ല, നമ്മുടെ വിശ്വാസം വേറെയാണ്. ഇനി ഇത് കഴിഞ്ഞ് മഹോപദ്രവകാലത്ത് ദൈവത്തിൻ്റെ ഒരു രക്ഷാപ്രവർത്തനമുണ്ട്. അത് അതികഠിനമായ ശോധനയിൽ കൂടെ കടത്തിവിട്ട, മനസ്സിലായി? അതാണ് ദൈവത്തിൻ്റെ വേറെ രക്ഷാപ്രവർത്തനം. ഇനി അത് കഴിഞ്ഞ് ഏത് വരുന്നു? ഈ 1000 years മില്ലേനിയം റൂൾ വരുന്നു. മില്ലേനിയം റൂളിലുള്ള ആളുകൾ സുവിശേഷം, ദ എൻറ്റയർ പ്ലാൻ ഓഫ് സാൽവേഷൻ ഇവിടെ സംഭവിച്ചത് കേൾക്കണം. അതിന് യഹൂദന്മാരെ അയക്കുന്നു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനം തുറന്നുകൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മൾ ബേസിക്കലി ഇപ്പം എനിക്ക് ഇതൊന്നും അറിയത്തില്ല ഓണസ്റ്റ്ലി. കാര്യം ഞാൻ ഒരു ഇതാ സാക്ഷാൽ ഇസ്രയേലിൻ ഇവരിൽ കപടമില്ലെന്ന് പറയും പോലെ, ഇതാ സാക്ഷാൽ IPC-കാരൻ ഇവനിൽ കപടമില്ല എന്ന് പറയുന്ന ഒരു തേജസ്കരിക്കപ്പെട്ട IPC-കാരനായിരുന്നു ഞാൻ. ക്രിസ്തുവേശനോട് ചേരാനല്ല, IPC-യോട് ചേരുവാൻ സ്നാനമേറ്റ ആളാണ് ഞാൻ. അപ്പോൾ IPC ഭക്തിയിൽ അതിനകത്ത് പഠിപ്പിച്ചത് മുഴുവൻ മുങ്ങി കുളിച്ച് വന്ന ആളാണ്. അതിനുശേഷം എൻ്റെ വർഷങ്ങൾ കഴിഞ്ഞുള്ള ഹെബ്രായിക് റൂട്ടിലോട്ട് പോയി. ആ ഹെബ്രായിക് റൂട്ടിൽ ചെന്നപ്പോഴാണ് എൻ്റെ കർത്താവ് എന്തോന്നൊക്കെ പഠിച്ചു വെച്ചത്. ആ മണ്ടത്തിരക്കുകളുടെ കലവറ അങ്ങോട്ട് തുറന്ന് എവിടെ ചെന്ന് നിൽക്കാനാ? അപ്പം മനസ്സിലായി. അപ്പം ആ കാലത്ത് അത് വെളിവായില്ലായിരുന്നു, ഈ കാലത്ത് എനിക്കത് വെളിവാകാൻ കഴിഞ്ഞതാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അപ്പം രക്ഷ കർത്താവ് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും രക്ഷയില്ല, പിന്നെ നരകം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആരോടാണെന്നറിയാമോ? ഇന്ന് സുവിശേഷം കേട്ടിട്ട് മറുതലിച്ച് ബാക്കി ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കല്ല. ഓക്കെ, ബട്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവരും കുഞ്ഞാടിൻ്റെ മണവാട്ടിയാകത്തുമില്ല, ഒരു പ്രതിഫലമൊട്ട് കിട്ടത്തുമില്ല. അവർക്ക് ഒരു വലിയ ലോകം അവർക്ക് വേണ്ടി കിടക്കുക. ഏത്? ഇതിന് പുറത്ത്. ഏതിന്? പുതിയ ശിലേമിന്
പുറത്ത്. ഒരു പുറത്ത്. വലിയ ലോകം കിടക്കുക അവർക്ക്. ഇഷ്ടംപോലെ ജീവശിഷ്ടഫലത്തിൻ്റെ ഫലം പറിച്ച് തിന്നോളാം. കഴിയാവുന്ന ഇഷ്ടം പോലെ പഴം പറിച്ച് നിന്ന് എന്തെങ്കിലും തലവേദന വല്ലതും വരികയാണെങ്കിൽ അതിൻ്റെ ഇല പറിച്ച് തലയിൽ തൂക്കണം. അപ്പോൾ തലവേദന മാറി കഴിയാം. അത്രേ ഉള്ളൂ. അപ്പം ദൈവം തൻ്റെ മഹാകരുണയിൽ ഒരു വലിയ കൂട്ടം ജനത്തെ നിത്യനരകത്തിൽ വിടാൻ അനുവദിക്കുന്നില്ല, തടയുക തൻ്റെ Yes. മഹാകരുണയിൽ. പക്ഷെ കുഞ്ഞാടിന് മണവാട്ടി ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. Now the next Thank you, sir. question is Matthew K. Abraham. Yes. Sumit, please unmute Matthew K. Abraham. Praise the Lord, ബാബു സാറേ. Praise the Lord. എൻ്റെ ഒരു ചോദ്യം, ഈ 14 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില ബ്രഹ്മചാരികളാകയാൽ ആ ഒരു വാക്കിന്റെ എന്തോ സാറേ അവിടെ മീൻ ചെയ്യുന്നത്? ഞാൻ അതല്ലയോ പറഞ്ഞത്, അവര് പാപം ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പല പ്രാവശ്യം പറഞ്ഞില്ലയോ? അല്ല, സ്ത്രീകളോട് മലിനപ്പെടാത്ത, അത് മനസ്സിലായി അതിന്റെ അർത്ഥം. പിന്നെ വേറെ എന്തുവാ? ബ്രഹ്മചാരി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ആര് പറഞ്ഞു ബ്രഹ്മചാരി എന്ന് വാക്കോട് ഉപയോഗിക്കാൻ? ആര് പറഞ്ഞു? ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റേഴ്സിന് തോന്നിയ പോലെ എഴുതി വെക്കാം. അവർ വിചാരിക്കുന്നു ഇറ്റ് ഈസ് ദിയർ ഫാദേഴ്സ് പ്രോപ്പർട്ടി, ദാൻ ദേ കൻ റൈറ്റ് എനിത്തിങ് ഇൻ ദ ബൈബിൾ എന്നാണ്. ചുമ്മാലും മുടിഞ്ഞ് മുണ്ടക്കോരി വെക്കുന്നത്. ദൈവവചനമാണെന്ന് ഇതിനെ ആദരവോടെ കാണണമെന്നും ഞങ്ങൾക്ക് തോന്നുന്നു ഇതിനകത്ത് എഴുതി ചേർത്തല്ലെന്നൊരു ബോധം ഉണ്ടാകണം. മക്കള സാഹിബിന്റെ നമ്മളിവിടെ നിന്ന് ഒരു ചോദ്യം കൂടെ. ഈ 1,44,000 പേര് യഹൂദന്മാര് സുവിശേഷം അറിയിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിലാന്ന് പറഞ്ഞു. അപ്പൊ ഈ മഹോമുദ്ര കാലത്ത് അവരുടെ അവസ്ഥ എന്തുമായിരിക്കും? ഇവരെ മുദ്രയിട്ട് മാറ്റി നിർത്തുന്നുള്ളതേ ഉള്ളൂ. അത് ഏത് യഹൂദനാ? ഇത് ഏത് യഹൂദനാ? അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദൻ ഭൂമിയിൽ ഈ മുദ്രയിട്ടപ്പെട്ട കൂട്ടത്തിലൊന്നും വരുന്ന ഒരാളല്ല അവര്, കേട്ടോ. അന്ന് മഹോദ്രവം ഓവർകം ചെയ്ത് ഭൂമിയിൽ ജീവിക്കുന്ന യഹൂദന്മാർ, മഹോദ്രവത്തെ അതിജീവിച്ച ഭൂമിയിലെ യഹൂദന്മാർ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. ഇനി നെക്സ്റ്റ് ലവ്ലി സാബു. സാർ സ്തോത്രം. എനിക്ക് ലവ്ലി സാബു ഇങ്ങോട്ട് ചോദിക്കും, ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ചോദിച്ചോ. ഈ കഴിഞ്ഞ ദിവസം സിസ്റ്റർ ഒരു പാട്ട് പാടിയല്ലോ, ആവശ്യം സകലതും അറിയുന്നു നാൾ തോറും ഭാരങ്ങൾ ചുമക്കുന്നുള്ള. പാട്ട് പാടിയില്ല. സിസ്റ്റർക്ക് എവിടെ നിന്നാ പാട്ട് കിട്ടിയത്? അത് പാട്ട് ബുക്കിലുണ്ട്, ചർച്ചിൽ പാടാറുള്ളതാ. That is one of the lost songs of my grandfather. I was so thrilled and excited when I heard it. എൻ്റെ അമ്മ പാടി മാത്രമേ ഞാൻ കേട്ടുള്ളൂ. When I heard you sing, I was really shocked. Okay, now you can come back to your question. എനിക്ക് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന 1,44,000 പേര്, അവര് തന്നെയാണോ 7-ാം അധ്യായത്തില് ഒരു നമ്പർ പറയാതെ എണ്ണിക്കൂടാത്ത പുരുഷാരം എന്ന് പറയുന്നത്? അല്ല. അപ്പൊ ഇനി നമുക്ക് ഒറ്റ വാക്ക് തീർന്നു, ഇനി പേടിക്കണ്ട. അല്ല. അപ്പോ ആ 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എണ്ണിക്കൂടാത്ത പുരുഷാരം ആരാണ്? സംഭവിച്ചിട്ടില്ല. 7-ാം അധ്യായത്തിൽ സംഭവിച്ചിട്ടില്ല. അത് 14-ാമത്തെ 15, 16 ആകുമ്പോഴേ സംഭവിക്കത്തുള്ളൂ. സാർ അതിനെ കുറിച്ച് പറയും. പിന്നില്ലയോ, എന്റെ കർത്താവ്, സിസ്റ്റിങ് പോന്നാ മതി. ഓക്കെ. അടുത്തൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. സാർ ഇവിടെ ഈ 1,44,000 പേരെ കുറിച്ച് 14-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോൾ അവര് ആദ്യ ഫലം എന്ന് പറഞ്ഞു. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തില് വായിക്കുമ്പോ അതിനകത്ത്
നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോ നാമല്ലേ, ചർച്ചല്ലേ ആദ്യഫലം? എന്റെ കർത്താവേ, അവിടെ ആദ്യഫലം എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റ്, ഇവിടെ ആദ്യം എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റിന്റെ രണ്ടാ കേട്ടോ. അല്ല, ഇത് ആദ്യഫലം രണ്ടെന്നുണ്ടോ? മഹോപദ്രവ കാലത്ത് നിന്ന് ആദ്യം പോകുന്നവരെന്നുള്ള ഫലത്തില് അർത്ഥത്തിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് മനസ്സിലായി. സുവിശേഷ നിമിത്തം വീണ്ടും ജനിച്ചവരെന്നുള്ളതാണ് ആദ്യം നമ്മൾ പറഞ്ഞത് യാക്കോബിന്റെ ലേഖനത്തിലെ. കേട്ടോ. ഇതിന് തമ്മിൽ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമാകും. അങ്ങനെ അവൻ്റെ സിസ്റ്റർ അവസാനം വലിയ പാസ്റ്ററൊക്കെ ആകും. പിന്നെ പാസ്റ്റർ ഇരിക്കാൻ സമയം കിടത്തില്ല. ആൾക്കാർ ഉള്ള കൺവെൻഷൻ മുഴുവൻ സിസ്റ്റർ ബുക്ക് ചെയ്ത് കളയും കേട്ടോ. ഇങ്ങനത്തെ ഞാൻ അതല്ല ചിന്തിച്ചത്, ആദ്യഫലം രണ്ടെണ്ണം ഉണ്ടോ എന്ന് ചിന്തിച്ചതാ. ഓരോ കാലഘട്ടത്തിന്റെ ആദ്യഫലമില്ലേ, ഓക്കെ, ആ കാലഘട്ടത്തിന്റെ ഓക്കെ, താങ്ക് യു. Next is our Saji Amburi. Yes. ഈ സാറേ, പിന്നെ ഈ രക്ഷയുടെ സുവിശേഷവും സാൽവേഷൻ ഓഫ് ഗോസ്പലും, അതായത് കൃപയുടെ സുവിശേഷവും തേജസിന്റെ സുവിശേഷവും, അത് ഈ കൃപായുഗത്തിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ഒരാങ്കിൾ വരുന്നതല്ലേ? അതായത് കൃപയുടെ സുവിശേഷം, ഈ തേജസിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ നമ്മുടെ ദൈവമക്കളെ പഠിപ്പിക്കേണ്ടതാണ്. അത് പബ്ലിക്കിനോട് പ്രസംഗിക്കുന്ന പ്രസംഗ വിഷയമല്ല. നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ നമ്മുടെ സഭയിലെ വിശ്വാസികളുണ്ടല്ലോ, അവരെ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാൻ, കൃപമേൽ കൃപ പ്രാപിക്കാൻ അവരെ പഠിപ്പിക്കുന്ന, അവരുടെ ഓരോ കഷ്ടങ്ങളിലും വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും നമ്മളിരുന്ന് അവരുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ സ്റ്റഡി എടുത്ത് ഇത് നിനക്ക് കൃപമേൽ കൃപ പകരാനാണ്, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാനാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അല്ല പബ്ലിക് പ്രസംഗത്തിന്റെ വിഷയമല്ലത്. താങ്ക് യു. Now it's KT Joseph. Hello, praise the Lord, Pastor. Praise the Lord. Pastor, നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലത്ത് ദൂതന്മാർക്ക് സുവിശേഷം പറയാനായിട്ട് കർത്താവ് അധികാരം കൊടുത്തിട്ടുണ്ടോ? അതെന്തൊരു കൊള്ളനാഴി. അപ്പൊ നമ്മളും എന്തോ ചെയ്യണം പിന്നെ? അപ്പൊ ഇവിടെ പറയുന്നു ദൂതന്മാർ ഞാൻ ചോദിച്ചോട്ടെ, എനിക്കിപ്പം നിങ്ങളോട് സുവിശേഷം പ്രത്യേകിച്ച് ഈ സംഗതി ഉള്ളതുകൊണ്ടല്ലയോ? പക്ഷേ ഈ സുവിശേഷം അനുസരിക്കാൻ ദൂതനാന്നിരിക്കട്ടെ, ഞാൻ ദൂതനാന്നിരിക്കട്ടെ, അമേരിക്ക ചെല്ലും, അവിടുന്ന് ബൈക്ക് ക്ലാസ് എടുക്കും, അടുത്ത സെക്കൻഡിൽ ഓസ്ട്രേലിയ ചെല്ലും, അവിടുന്ന് ബൈക്ക് ക്ലാസ് എടുക്കും, ഇല്ലേ? എന്തോ എന്നെ കാണുമ്പോഴത്തേക്ക് കോടിക്കണക്കിന് ആളുകൾ വരികയല്ലയോ? ആലോചിക്കും. ദൂതനാണെങ്കിൽ ദൈവം ഇന്ന് ദൂതന് സുവിശേഷം പ്രസംഗിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. അവര് ആ പൊസിഷൻ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ താഴോട്ട് നോക്കുക. നമ്മൾ സുവിശേഷം പ്രസംഗിക്കും, ദൈവമേ എനിക്കെങ്ങാണോ ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ത് വൃത്തിയായിട്ട് ഞാനിത് പ്രസംഗിച്ച എന്നവർ വിചാരിക്കുക. അവർ ഈ പൊസിഷനെ കുനിഞ്ഞു നോക്കുക. നമ്മൾ സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് മഹോദര കാലത്തിൽ എങ്ങനെയും മനുഷ്യൻ രക്ഷിച്ച് കഴിയും, നരകത്തിൽ പോകരുത് നിർബന്ധമുള്ളത് കൊണ്ട് ദൂതനെ ഏൽപ്പിക്കും. പോയി ഏത് പ്രസംഗിക്കാൻ? ഈ നിത്യസുവിശേഷം പ്രസംഗിക്കാൻ. നിത്യസുവിശേഷം ഇന്നത്തെ സുവിശേഷം വ്യത്യാസമുണ്ടോ? അതോടെ വിലക്കാൻ പോകില്ലേ, അടുത്ത ദിവസം അതിൽ എടുക്കാൻ പോകുന്നേ. നല്ല കാര്യം. താങ്ക് യു പാസ്റ്റർ. വെൽക്കം. ഇനി നമ്മുടെ തങ്കച്ചൻ പി ജോർജ്. സാറേ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം ജ്യൂസിന് മാത്രമുള്ളതാണെന്നല്ലോ പറഞ്ഞത്. അതെ. ഞാൻ ചോദിക്കുന്നത്, ഒരുവൻ കർത്താവിന്റെ കർത്തൃത്വം തന്റെ ജീവിതത്തിൽ സ്വീകരിച്ച് തന്റെ ആത്മാവിന്റെ അഗുവായിൽ കൂടി ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യമില്ല അവന്റെ ജീവിതത്തിൽ. എന്റെ പാസ്റ്റർ, ഞാൻ ദൈവരാജ്യത്തെ പറ്റിയാണോ പറഞ്ഞത്? ആണോ? അല്ല, ഞാൻ രാജ്യത്തിന്റെ സുവിശേഷത്തെ പറ്റി പറഞ്ഞത്. ദൈവരാജ്യവും രാജ്യത്തിന്റെ സുവിശേഷവും രണ്ടാണ്. ദൈവരാജ്യം എന്ന ടെർമിനോളജിക്ക് 4 അർത്ഥമുണ്ട്. 4 അർത്ഥം, റൈറ്റ്? രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് എക്സ്ക്ലൂസീവിൽ കൊടുത്ത് അബ്രഹാമിന് പ്രോമിസ് ചെയ്തതും ദാവീദിന് രാജ്യം പറഞ്ഞില്ലയോ, രാജ്യം സ്ഥാപിച്ചു തരുമെന്ന്. ആ രാജ്യത്തെ പറ്റിയാ പറഞ്ഞത്.
ആ അത് ശരി. രാജ്യം സ്ഥാപിക്കാൻ ദൈവപുത്രൻ വന്നുവെന്ന് അവരോട് പറയാൻ പറഞ്ഞു. അതാ ഓക്കെ രാജ്യത്തിന്റെ ഓക്കെ സുവിശേഷം. ഓക്കെ ഓക്കെ ദൈവരാജ്യം എന്ന വേർഡിന് 4 ടെർമിനോളജി, അത് വേറെയാണ്, അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. ഓക്കെ, താങ്ക് യു. ഇപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം അവസാനിച്ചു. സ്തോത്രം. ഇത് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. It was great to see you. May the Lord bless all of you abundantly, exceedingly. I look forward to seeing you if the Lord's coming is tardy for the class next week.